ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ റവന്യൂ സംഘം പൊളിച്ചടുക്കുകയാണ് ഇപ്പോൾ. 29 വീടുകൾ ഉൾപ്പെടെ 88 കെട്ടിടങ്ങൾ പൊളിക്കുമെന്നാണ് പറയുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് ഇപ്പോൾ പൊളിക്കൽ നടക്കുന്നത്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. പൂപ്പാറയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, യഥാർത്ഥത്തിൽ ഈ വീടുകൾ ഉൾപ്പെടെ പൊളിക്കുന്നത് കൊണ്ട് പ്രതിഷേധങ്ങൾ എന്തെങ്കിലും വന്നോ? ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യമുണ്ടല്ലോ, അതിനെന്തെങ്കിലും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് 15 കുടുംബങ്ങളാണ് ഉള്ളത്. അവർക്ക് പകരം സംവിധാനം ശാന്തമ്പാറ പഞ്ചായത്ത് ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായി പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കണമെന്ന് സുപ്രീം കോടതിയും നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 JCB ഉൾപ്പെടെ ഉപയോഗിച്ച് പല ഭാഗങ്ങളിലായി പൂർണ്ണമായിട്ടും ഇടിച്ച് നിരത്തുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പൂപ്പാറ ടൗണിന് സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയുള്ള കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത്. ആദ്യം ഈ വാണിജ്യ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ആദ്യം പൊളിക്കുന്നത്. 29 വീടുകളുമുണ്ട്. അത് അവസാന ഭാഗത്തേക്ക് പൊളിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളുടെ വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസിന്റെ വലിയ വിന്യാസമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിരുന്നു, ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കരുതെന്ന്. പക്ഷേ ഈ വീടുകൾ പൊളിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ 500ഓളം പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പന്നിയാർപ്പുഴ. അത് സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്ന പന്നിയാർപ്പുഴയോട് ചേർന്ന് തൊട്ടടുത്താണ് ഈ കെട്ടിടങ്ങളൊക്കെ അനധികൃതമായി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊളിക്കൽ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 BJP അനുകൂല സംഘടനയിൽപ്പെട്ട ആളുകൾ പന്നിയാർപ്പുഴ കയ്യേറി 2 കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിക്കുന്നുവെന്ന് ഹൈക്കോടതിയിൽ പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കയ്യേറ്റക്കാരായി ആരോപിക്കപ്പെട്ട 2 പേരെയും ഹിയറിംഗിന് വിളിപ്പിച്ചു. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് പന്നിയാർപ്പുഴ കയ്യേറി ഇരുകരകളിലുമായി നിരവധി ആളുകൾ കെട്ടിടം പണിതിട്ടുണ്ട്, ഞങ്ങൾ മാത്രമല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് ഈ പ്രദേശത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഏത് രീതിയിലാണ് എന്നുള്ളത് പഠിക്കാൻ പറഞ്ഞു. ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പന്നിയാർപ്പുഴ കയ്യേറി 88 കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ 2024 ഫെബ്രുവരിയിൽ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയതിന് പിന്നാലെ ഈ നാട്ടുകാരും ഈ കെട്ടിട ഉടമകളും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ടും അനുകൂല വിധി ഉണ്ടാക്കാൻ ഈ കെട്ടിട ഉടമകൾക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു പോകണം, പൊളിച്ചു മാറ്റണമെന്ന് വീണ്ടും റവന്യൂ വകുപ്പ് ഒരു നിർദ്ദേശം കൊടുത്തു. പക്ഷേ ആ നിർദ്ദേശം പാലിക്കാൻ 2 മാസം കഴിഞ്ഞിട്ടും ഈ കെട്ടിട ഉടമകൾ തയ്യാറായില്ല. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നുള്ള വീണ്ടും നോട്ടീസ് കൊടുത്തു. പക്ഷേ അതും നടപ്പാക്കാൻ ഈ കെട്ടിട ഉടമകളോ ആരും തന്നെ തയ്യാറായില്ല. പിന്നാലെയാണ് ഇത്തരമൊരു ദൗത്യത്തിലേക്ക് റവന്യൂ വകുപ്പ് പോയത്. JCB ഉൾപ്പെടെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ഇടിച്ച് നിരത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പൂർണ്ണമായിട്ടും ഇടിച്ച് നിരത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കെട്ടിടങ്ങളിലെ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ വിച്ഛേദിക്കാൻ വന്ന സമയത്ത് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പോലീസുമായി ഉൾപ്പെടെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആളുകൾ ഒരു പ്രതിഷേധവുമായിട്ട് പ്രത്യക്ഷത്തിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയാനുള്ളത്. പക്ഷേ ഈ വീടുകൾ പൊളിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ വിധത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാനും ഈ പൊളിക്കൽ നടപടിയിൽ ഒഴിവാക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. നമ്മളോടൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പം വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നോ? ഒഴിവാക്കാൻ വേണ്ടി കോടതിയെ തന്നെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി വരെ സമീപിച്ചതാണ്. പക്ഷേ ആ രീതിക്കൊന്നും നടപടി ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പൊളിക്കൽ നടക്കുന്നത്. ഇതിലൊരു ദയനീയത ഉള്ളത്, ഇതിൽ 30ഓളം വീട്ടുകാരുണ്ട്, താമസക്കാരായ ആളുകൾ. അതിലേതാണ്ട് ഒരു 15ഓളം കുടുംബങ്ങൾക്ക് വേറെ ഒരു സെന്റ് സ്ഥലമോ ഭൂമിയോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരെ അന്ന് ഇത് അടച്ചുപൂട്ടലിന് വന്ന ജില്ലാ നേതൃത്വം, അന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത് അവരെ പുനരധിവസിപ്പിച്ചതിന് ശേഷം മാത്രമേ അവരെ ഒഴിപ്പിക്കുള്ളൂ എന്നാണ് അന്ന് ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ബാധിതരായ ആളുകളുണ്ട്,
അങ്ങനെ ഒട്ടേറെ ആളുകൾ താമസിക്കുന്നതാണ്. വളരെ 80ഉം 90ഉം വയസ്സായ ആളുകൾ താമസിക്കുന്ന ഒട്ടേറെ ഇതാണ്. അവരുടെ കാര്യത്തിലാണ് വളരെ ദയനീയമായ ഒരു അവസ്ഥയുള്ളത്. അവർക്ക് എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ, അവർക്കൊരു മാറ്റി താമസിപ്പിക്കാനുള്ള സാവകാശങ്ങളും കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നന്നായിരുന്നു. അങ്ങനെയാണ് SKN. അങ്ങനെ ഈ ചില ആളുകളുണ്ട്, അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കേണ്ട ആളുകളുണ്ട്, അവർക്ക് ഈ അവരെ പുനരധിവസിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. സബ് കളക്ടർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് താനും. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം നടക്കുകയും ചെയ്യുന്നത്. മാഡം, എങ്ങനെയാണ് ഈ ദൗത്യം? ഹൈക്കോടതി, സുപ്രീം കോടതിയുള്ള 56 കെട്ടിട ഹോൾഡിംഗ്സ് അവ പുഴപ്പുറമ്പോക്കിലാണ്, വളരെ വ്യക്തമായിട്ട് കാണാൻ പുഴപ്പുറമ്പോക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പന്നിയാർ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന ഇവയാണ് നമ്മളിപ്പോൾ മാറുന്നത്. ഇത് 2023 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി റവന്യൂ അതോറിറ്റീസിനോട് എവിക്ട് ചെയ്യാനായിട്ട് ഓർഡർ തന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. 2025 സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെയിലേക്ക് ഇടപെടുന്നില്ല, ശരിവെച്ചതുപോലെ തത്വത്തിൽ അംഗീകരിച്ച് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ളതാണ്. ആളുകളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഡ്യൂ എല്ലാം കൊടുത്തിരുന്നു. അതായത് 2024 പാറയിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇതിലവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കെട്ടിടങ്ങളും പൊളിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 29ഓളം വീടുകളുണ്ട്. റവന്യൂ സംഘമാണ് പൊളിച്ച് നീക്കുന്നത്. സുപ്രീം കോടതി കൂടി അവരെ കൈയൊഴിഞ്ഞതോടെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ റവന്യൂ സംഘം ഇന്ന് രാവിലെ എത്തുകയായിരുന്നു. പന്നിയാർ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് പ്രതിരോധം സൃഷ്ടിക്കുന്ന കെട്ടിടങ്ങളാണ് പൊളിച്ചു നീങ്ങുന്നത് എന്നാണ് റവന്യൂ വകുപ്പ് അവകാശപ്പെടുന്നത്. എന്തായാലും ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു പ്രകടനമോ പ്രതിഷേധമോ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് സന്നാഹം ഉപയോഗിച്ച് അവരെ തിരിച്ചുവിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.